അത് നമ്മൾ റിസ്ക് എടുക്കരുത്. പേരൻസ് ആ കാര്യത്തിൽ റിസ്ക് എടുക്കരുത്. എന്തിനാ റിസ്ക് എടുക്കുന്നത്? മനുഷ്യൻ എപ്പോഴും പോളിഗാമസ് ആണ്, അത് നമ്മൾ മനസ്സിലാക്കണം. സേഫ് സെക്സിനെ കുറിച്ച് അവർക്ക് അറിഞ്ഞൂടെന്നല്ല, അവർക്ക് സമയമില്ല. അപ്പോൾ ഒരു സൈക്കിളിൽ നിങ്ങൾ കറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്ത് 100 പേര് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ 10 പേരിൽ 8 പേരെ ആവത്തുള്ളൂ. ഇത് ഇവർക്ക് അറിഞ്ഞൂടാ. ഡോക്ടറെ ചേട്ടന് മെനഞ്ഞാന്നും കുഴപ്പമില്ലാന്ന്, അതിന്റെ വില്ലേജ് കുഴപ്പമില്ലാന്ന് ഡോക്ടർ പറഞ്ഞ 2 ദിവസം പറ്റിയില്ല. ബ്യൂട്ടിഫുൾ സെക്സിന് അന്ന് രാവിലെ തൊട്ട് തന്നെ നിങ്ങൾ അധ്വാനിക്കണമെന്ന് ഞാൻ പറയും. പെൺകുട്ടികൾക്കാണ്, ആണുങ്ങൾക്ക് അങ്ങനെ ചോദിക്കത്തില്ല. എപ്പോഴും ആ ഫീമെയിൽ പാർട്ട്ണറാണ് എപ്പോഴും ടാർഗറ്റഡ് ആവുന്നത്. ഫീമെയിൽസിന് ഈ വജൈനിസ്മസ് വളരെ കോമൺ. വജൈനിസ്മസ് കൊയിലോൺ സ്കാൻസ് വെൽനസ് വാച്ചിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. പക്ഷേ അധികം ആരും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനോ അധികം ആരും അവരുടെ ഡൗട്ടുകൾ പലതും വന്ന് ചോദിക്കാനോ മടി ഉള്ള ഒരു ഏരിയയും സ്വയം ചില കാര്യങ്ങൾ തീരുമാനമെടുത്ത് അങ്ങനെ പോകുന്ന ഒരു കണ്ടീഷനാണ് ഇത്. ഒരല്പം നമ്മുടെ കുട്ടികളുണ്ടാവാത്ത അവസ്ഥയ്ക്ക് പല റീസൺസും നമ്മൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ പറയുന്നുണ്ടായിരുന്നു. അത് പുരുഷന്മാരിൽ വരുന്ന വന്ധ്യതയുടെ കാരണങ്ങളും സ്ത്രീകളിൽ വരുന്നതും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് റീസൺസും നമ്മുടെ ആഹാരത്തിലായാലും അല്ലാതുള്ള ജനറ്റിക് ആയാലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഒരു കപ്പിൾ, അതായത് കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് ഏറ്റവും ആവശ്യം വേണ്ട ഒരു നോളജാണ് അവരുടെ സെക്ഷുവൽ ലൈഫിനെ കുറിച്ചുള്ള ഒരു നോളജ്. അത് ഏതൊക്കെയോ ആരൊക്കെയോ പറഞ്ഞതോ കേട്ടതോ കണ്ടതോ ആയ ചില കാര്യങ്ങളാണ് ശരി എന്ന് തീരുമാനിച്ച് രണ്ടുപേരും മുന്നോട്ട് പോകുന്നു. അതിൻ്റെ പൂർണ്ണതയാ ഒരുപക്ഷെ വരാത്തത് കൊണ്ടും പ്രോപ്പറായിട്ട് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടും കുട്ടികൾ ഉണ്ടാവാതെ മുമ്പോട്ട് പോവുകയും ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോഴാണ് ഡോക്ടർ അതിശയകരമായ ചില കാര്യങ്ങൾ അവരുടെ സെക്ഷുവൽ ലൈഫിൻ്റെ അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇതുണ്ടാകുന്നത്, അല്ലാതെ രണ്ട് കൂട്ടർക്കും ഒരു പ്രോബ്ലവും ഇല്ല എന്ന് കണ്ടുപിടിക്കപ്പെടുന്നതും. അപ്പോൾ അങ്ങനെയുള്ള യങ് കപ്പിൾസ്, ഇപ്പം കല്യാണം കഴിച്ച് കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നവർ കേൾക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് എടുക്കുന്നത്. നമ്മുടെ ഒപ്പം സ്ഥിരമുള്ള നമ്മുടെ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റും റിപ്രൊഡക്റ്റീവ് മെഡിസിനിലെ സ്പെഷ്യാലിറ്റിയൊക്കെ ഉള്ള നമ്മുടെ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ഈ ടോക്ക് തരുന്നത്. ഡോക്ടറെ ഈ ടോപ്പിക്കിലേക്ക് സ്വാഗതം ചെയ്യും. താങ്ക് യു സർ. നമ്മൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ ശരിക്കും രണ്ട് കൂട്ടരുടെയും പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞു, കുട്ടികളുണ്ടാവാതെ വരുന്നതിൻ്റെ. പക്ഷേ ഇതിനും അപ്പുറമായിട്ടൊരു ഒരുമിച്ചുള്ള ആ ജീവിതം തുടങ്ങുമ്പോൾ വേറൊരു സാഹചര്യത്തിൽ നിന്ന് വന്ന ഒരു പുരുഷനും വേറൊരു സാഹചര്യത്തിൽ നിന്ന് ടോട്ടലി ഡിഫറെൻറ്റ് സാഹചര്യത്തിൽ നിന്ന് വന്നൊരു ഒരു ലേഡി, രണ്ടുപേരുടെയും ഫാമിലി അറ്റ്മോസ്ഫിയറും വളർന്നു വന്ന രീതിയും രണ്ടാണ്. ഒരുപക്ഷെ സെക്സിനെ കുറിച്ചൊന്നും ഒന്നും വാ തുറന്നു പോലും സംസാരിക്കാൻ പറ്റാത്തൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും ആ കൊച്ചു വരുന്നത്. പിന്നെ അതെന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ പിയർ ഗ്രൂപ്പിൽ നിന്ന് അല്ല അവരുടെ ഫ്രണ്ട്സ് പറയുന്ന കാര്യങ്ങൾ ചിലതൊക്കെ കണ്ടും കേട്ടുമൊക്കെയാണ് അവർ പഠിച്ചു വരുന്നത്. ഇദ്ദേഹം ഇതുപോലെ വലിയ ഇമാജിനേഷൻസോട് കൂടിയൊക്കെ ആയിരിക്കും ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അവിടെ വെച്ചായിരിക്കും ഈ വണ്ടി കൂട്ടിമുട്ടി തകർന്ന് തരിപ്പണമൊക്കെ ആയി പോകാൻ സാധ്യതയുള്ളൂ. ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസ്, കാര്യം ഇങ്ങനെയുള്ള പേഴ്സണൽ ടോക്സ് കൂടുതലും ഡോക്ടറുടെ അടുത്ത് വരും, വന്ന് പറഞ്ഞേ ഒക്കത്തുള്ളല്ലോ ഒരു പരിധി കഴിയുമ്പോൾ. അതുവരെ അവരിങ്ങനെ കൊണ്ടുപോകും. അങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറയാമോ? ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഒരു ഉപദേശമാണ്, അതൊരു ഉപദേശമാണ്. ദയവ് ചെയ്ത് നിങ്ങൾ പരസ്പരം അറിയാതെ ഒരു അറേഞ്ച് മാരേജിൽ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, കെട്ടരുത്. അറിയാതെ അറേഞ്ച് മാരേജ് എന്ന് പറഞ്ഞ സംഭവം തന്നെ ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ പറയും. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഒരു നമ്മളൊരു പങ്കാളിയുമായിട്ട് ജീവിക്കാൻ പോവാണ്, ഒരു ഹോൾ ലൈഫാണ് ആ വ്യക്തിയായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു അറേഞ്ച് മാരേജ് സെറ്റപ്പിൽ പോകുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള, ചിലപ്പം ഒരു രീതിയിലും ചേരാത്ത രണ്ടുപേരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുമ്പോൾ തന്നെ കുറേ അസ്വാരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ റിസ്ക് മൊത്തം ഈ പേരൻസിനുമാണ്. അവരാണല്ലോ ഈ കണ്ടെത്തി കൊടുക്കുന്നത്. എന്തിനാ ഈ അനാവശ്യ റിസ്ക് എടുക്കുന്നതെന്ന് ഞാൻ മിക്ക പേരൻസിൻ്റെ അടുത്തും ചോദിക്കും. ഞാൻ എൻ്റെ മോളടുത്ത് ഇപ്പോഴേ പറഞ്ഞുകൊണ്ട്, നീ സ്വന്തം കണ്ടെത്തിക്കോണം, ഞാൻ കണ്ടെത്തത്തില്ല, കെട്ടിച്ച് തരണമെങ്കിൽ എൻ്റെ അടുത്ത് പറയാം, ഞാൻ വേണമെങ്കിൽ കെട്ടിച്ച് തരാം. ആദ്യമേ പറഞ്ഞു. ഇപ്പോഴേ 9 വയസ്സായി, 9-10 വയസ്സായി. അത് നമ്മൾ റിസ്ക് എടുക്കരുത്. പേരൻസ് ആ കാര്യത്തിൽ റിസ്ക് എടുക്കരുത്. എന്തിനാ റിസ്ക് എടുക്കുന്നത്? കാരണം അത് ഒരു പുരുഷൻ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സ്ത്രീ തന്നെ ആയിരിക്കണം അവൻ്റെ പങ്കാളിയെ കണ്ടെത്തേണ്ടത്. ഇപ്പം തന്നെ അവിടെ കുറേ ഒരു ചേർച്ച ഉണ്ടായി കഴിഞ്ഞു. പക്ഷെ അങ്ങനെയുള്ളിടത്ത് അപകടങ്ങളില്ല. ഉണ്ടായിക്കോട്ടെ, അതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സാർ, ഇവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഇവർക്ക് എപ്പോഴാണോ സ്പ്ലിറ്റ് ആവേണ്ടതെന്ന് തോന്നുന്നു അപ്പോൾ സ്പ്ലിറ്റ് ആവുക സാർ.
അങ്ങനെ തന്നെ വേണം. കാരണം എന്ന് പറഞ്ഞാൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബഹളത്തിനും ഇടിയിലും അവർ തമ്മിൽ ഭയങ്കര വിദ്വേഷത്തിലും ഒരു മുറിയിൽ കഴിയാനുള്ളതല്ല. വളരെ സന്തോഷത്തോടെ വളരെ ചിരിച്ചുകൊണ്ട് തന്നെ ഒരു സുഹൃത്തായി പിരിയേണ്ടവരാണെങ്കിൽ പിരിയണം. പിരിഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ വേറെ ഒരാളെ കെട്ടാം. മനുഷ്യൻ എപ്പോഴും പോളിഗ്യാമസ് ആണ്, അത് നമ്മൾ മനസ്സിലാക്കണം. മോണോഗ്യാമസ് അല്ല. വേറൊരു ചില ജീവികളുണ്ട്, കരിമീൻ മോണോഗ്യാമസ് ആണ്. കരിമീൻ ഒരു എണ്ണയേ ഉള്ളൂ, ഒരെണ്ണയെ പറ്റത്തുള്ളൂ. ആ ഒരു എണ്ണ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേറെ അവരുടെ ജെനറ്റിക്കലി അവർക്ക് വേറെ എണ്ണയായിട്ടൊന്നും ഇത് ചേരാൻ പറ്റത്തില്ല, കഴിഞ്ഞു. അങ്ങനെ ചില ജീവികളുണ്ട്. അതുപോലെ അല്ല മനുഷ്യനെപ്പോഴും പോളിഗ്യാമസ് ആണ്. മനുഷ്യന് മറ്റുള്ള സ്ത്രീകളോ മറ്റുള്ള പുരുഷന്മാരോട്ടൊക്കെ അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു കൊടക്കീഴിൽ നിന്ന് ആ പാർട്ട്ണറെ ചതിച്ചുകൊണ്ട് അല്ലെങ്കിൽ വഞ്ചിച്ചുകൊണ്ട് വേറൊരു സ്ത്രീയോ പുരുഷനുമായിട്ട് പോകുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് വളരെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഒരു തീന്മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ചായ കുടിച്ച് പിരിയുന്നത്. അതാണ് എൻ്റെ പേഴ്സണൽ കാര്യമാണ് പറയുന്നത്. ആരും അങ്ങനെ ഇതാണെന്നല്ല ഞാൻ പറയുന്നത്. ശരി, അതായിക്കോട്ടെ. അപ്പോൾ ഈ കണ്ടെത്തുമ്പം തന്നെ ഇവർ തമ്മിലുള്ള ഈ സെക്ഷൽ ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവർ തമ്മിലൊരു റാപ്പും അപ്പം തന്നെ ഉണ്ടായി കഴിഞ്ഞു. ഈ പ്രണയ വിവാഹങ്ങളാണ് കല്യാണത്തിന് മുമ്പ് തന്നെ. അതെ, കല്യാണത്തിന് മുന്നേ തന്നെ ഒരു അട്രാക്ഷൻ ഉണ്ടായി കഴിഞ്ഞല്ലോ. പ്രീ മാരൈറ്റൽ സെക്സ് വേണോ വേണ്ടോ എന്നല്ല അവര് തീരുമാനിക്കട്ടെ. ഞാൻ ഈ മാരേജ് എന്ന് പറഞ്ഞ സംഭവം എടുത്ത് കളയാണ്. ഞാൻ ആ ഒരു കപ്പിളിനെ മാത്രം എടുക്കും, രണ്ട് ഇൻഡിവിജ്വലിനെ എടുക്കാം. ആ രണ്ട് ഇൻഡിവിജ്വൽ വരുമ്പോൾ അവര് തമ്മിൽ ഇപ്പൊ എനിക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമാണ്, ആ പെൺകുട്ടിക്ക് ആ പയ്യനെ ഇഷ്ടമാണ്, അവിടെ തന്നെ സെക്ഷുവൽ അട്രാക്ഷൻ ഉണ്ടായി കഴിഞ്ഞു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. ഇതൊന്നും അറിയാതെ ഒരാണും പെണ്ണും കൂടെ ഒരു കുടക്കീഴിൽ രാത്രി വരുന്നു. ഇവളുടെ സ്മെല്ല് ഇഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിക്കാം. ഇവർ ഇതുവരെ ഒരുമിച്ച് നിന്നുള്ള സ്മെല്ല് ഇഷ്ടപ്പെടുന്നില്ല, അവളുടെ ആക്സിലറി സ്മെല്ല് അല്ലെങ്കിൽ കക്ഷത്തിലെ സ്മെല്ല് ഇഷ്ടപ്പെടുന്നില്ല, ഒരു അവേർഷൻ ഉണ്ടായെന്ന് വിചാരിക്കാം. പിന്നെ ഒരിക്കലും അവന് ഇറക്ഷൻ കിട്ടത്തില്ല. അത് ഉദാഹരണം ഉണ്ടാവത്തില്ല. അപ്പോൾ ഒരു ആദ്യം വേണ്ടത് നമുക്ക് ഒരു അട്രാക്ഷനാണ്. ഒരു ഫിസിക്കലും മെന്റലും അട്രാക്ഷനാണ് ഫസ്റ്റ് സ്പാർക്ക് എന്ന് പറയുന്നത്. സെക്ഷൽ ലൈഫിന്റെ സ്പാർക്ക്, ഹെൽത്തി സെക്ഷൽ ലൈഫിന്റെ ഫസ്റ്റ്. അപ്പം അത് അവരിൽ ഉണ്ടാക്കുന്ന എങ്ങനെയാണ്? എപ്പോഴും പ്രണയവിവാഹങ്ങളായിരിക്കുമല്ലോ അറേഞ്ച് മാരേജിനെ കാട്ടി. അതെ, പിന്നെയും അറേഞ്ച് മാരേജിലും ഉണ്ടാവാം, തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടാവാം. കാരണം ഇപ്പോൾ കുറേ പേര് എന്താണ് കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ട് കുറേ 1 വർഷം 2 വർഷമൊക്കെ അവർ പ്രണയിച്ച ശേഷമായിരിക്കും കല്യാണത്തിന്. രസകരമായിട്ടൊന്ന് ചോദിച്ചോട്ടെ, അപ്പോൾ ഈ പ്രണയിക്കുന്ന സമയത്ത് അവരുടെ വേർപിൻ്റെ നാട്ടിൽ അവർക്ക് ഇഷ്ടമല്ലേ, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക? അത്രയല്ലേ ഉള്ളൂ, സന്തോഷത്തോടെ കളയുക. 1-2 വർഷം ജീവിച്ചിട്ട് ലിവിൻ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ടാറ്റാ ബൈ പറയാ. തിരിച്ചു അവൾക്ക് ഇങ്ങോട്ടും ആവാം, അങ്ങനെയൊന്നുമില്ല. സിഗരറ്റിന്റെ സ്മെല്ല് ഇഷ്ടമാവാതിരിക്കാം, ആൽക്കഹോളിന്റെ 1-2 തവണ പറഞ്ഞു നോക്കുക, ശരിയായില്ലെങ്കിൽ പോയി കളഞ്ഞിട്ട് വേറെ. അപ്പോൾ ശരി, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ഇൻഫെർട്ടിലിറ്റിയിലോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഇപ്പോൾ കുറച്ച് ജനറേഷൻ വളരെ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുള്ളവരാണ്, ഇതിനെക്കുറിച്ച് അറിയാവുന്നവരാണ്, സെക്സ് എന്താണെന്ന് അറിയാം, ഇങ്ങനെ തന്നെ ചെയ്തു തരണം എന്നൊക്കെ പറയുന്ന ഫീമെയിൽ പാർട്ട്നേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ കുറച്ച് പേർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലാത്തവരുണ്ട്. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കപ്പിളിന് 6 വർഷമായി കല്യാണം കഴിച്ച ഒരു കപ്പിൾ എൻ്റെ അടുത്ത് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് വരുന്നു. ഞാൻ സ്കാൻ ചെയ്യുകയാണ്. സ്കാൻ ചെയ്യുന്നപ്പോഴത്തേക്ക് എൻ്റെ വജൈനൽ പ്രോബ് ഇൻസേർട്ട് ആവുന്നില്ല. അപ്പം ഞാൻ പുള്ളിക്കാരിയുടെ പെർമിഷൻ ചോദിച്ചുകൊണ്ട് ഞാനൊന്ന് എക്സാമിനേഷൻ ചെയ്ത് നോക്കി. എക്സാമിനേഷൻ ചെയ്ത് നോക്കിയപ്പോഴാണ് അറിയുന്നത് ഹൈമൻ അവിടെ തന്നെയുണ്ട്, ഹൈമൻ ബ്രേക്ക് ആയിട്ടില്ല, മെമ്പറൈൻ കന്യാചർമ്മം ഇതുവരെ പോയിട്ടില്ല. ഞാൻ അപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചു, നിങ്ങളുടെ സെക്സ് ലൈഫ് എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു. ആ പെൺകുട്ടി പറഞ്ഞു, വളരെ നല്ലതാണ് ഡോക്ടറെ, വളരെ സന്തോഷമായിട്ടിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. ആ പയ്യനെയും വിളിച്ച് ചോദിച്ചു, എല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പോൾ എന്താണ് പിന്നീടുള്ള ഹിസ്റ്ററി എന്ന് അറിയാൻ കഴിഞ്ഞത്, ഇവർ ആക്ച്വലി ബന്ധപ്പെടുന്നുണ്ട്, പക്ഷെ ആ പീനസ് ആ മെംബ്രെയിൻ വരെ പോയി. അതായത് ഒരു ഇത്രയും അകത്തോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് അത്രയേ ഉള്ളൂ വജൈന എന്ന് അവനങ്ങ് വിചാരിക്കുകയും അവിടെ വെച്ച് നിർത്തുക, അത് വെച്ച് ഇജാക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഡോക്ടർ ഇജാക്കുലേറ്റ് ചെയ്ത് മൊത്തം പുറത്താണല്ലോ പോകുന്നത്, പുറത്ത് ചെയ്ത് പുറത്തല്ലേ വന്നു. അപ്പോഴത്തേക്ക് അപ്പോൾ അത് ഞാൻ അവയർനെസ് ഇല്ലാത്തത്. പിന്നെ ഞാൻ അദ്ദേഹത്തെ കൊണ്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തെ കൊണ്ട് ഞാൻ ഇത് പറഞ്ഞ് മനസ്സിലാക്കി, ഫിംഗറിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോയി. അദ്ദേഹം തന്നെ ഫിംഗറിങ് ചെയ്ത് അത് കുറച്ചും കൂടെ വജൈനൽ ഇൻട്രോയിറ്റസ് അവന് മനസ്സിലായി. ഇത്രയും വലിയൊരു ഷോറൂം അകത്തുണ്ടെന്ന് അവന് പിന്നെയാണ് മനസ്സിലായത്. അപ്പോൾ അതിനുശേഷം ഹി വാസ് വെരി താങ്ക്ഫുൾ. അദ്ദേഹം എന്നെ ഒരു 5 പറഞ്ഞു കൊടുത്തിട്ടില്ല, എന്താണെന്ന് അറിയത്തില്ല. 6 മാസം കഴിഞ്ഞ് കാർഡ് പോസിറ്റീവായിട്ട് എൻ്റെ അടുത്ത് വരുന്നു, ഒരു മരുന്നും കഴിച്ചിട്ടില്ല. അവൻ അതിനെക്കാട്ടി സന്തോഷം, ഡോക്ടറെ ഇതായിരുന്നു സെക്സ് എന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. അവൻ 5-6 വർഷമാണ് പോയത്. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള അറിവല്ല, എഫക്റ്റീവ് ആയിട്ടുള്ള പ്രായം, നല്ല പ്രായം.
ഇങ്ങനെയുണ്ടല്ലേ? എത്ര പേര് സാർ, എത്ര പേര് അങ്ങനെ ഈ നോൺ കൺസ്യൂമേറ്റഡ് മാരേജ്, അതായത് ഇതുവരെ ബന്ധപ്പെടാത്ത വിവാഹങ്ങൾ വളരെ വളരെ കൂടുതലാണ് ഈ ഒരു കാലഘട്ടത്തിൽ. അതിനും കുറേ കാരണങ്ങളുണ്ട്. അല്ല, അതിനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ഐഡന്റിഫൈ അവർ അതിനോട് പോകത്തുമില്ല. ചില പേര് ഇപ്പം കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, IT ഫീൽഡും അതും ഇതൊക്കെ ആയിരിക്കും, അറേഞ്ച് മാരേജ് ആയിരിക്കും മിക്കവാറും. പ്രണയത്തിലും കണ്ടിട്ടുണ്ട് ഇത്. അവർ കല്യാണം കഴിക്കുന്ന സമയം അവർ പറയും നമുക്കൊരു 2 വർഷം കഴിഞ്ഞ് കുഞ്ഞു മതി, അവരങ്ങ് തീരുമാനിക്കും. കുഴപ്പമില്ല, നല്ല കാര്യം, 2 വർഷം കഴിഞ്ഞ്. പക്ഷെ ഈ 2 വർഷം കഴിഞ്ഞ് കുഞ്ഞു മതി എന്നുള്ള കാര്യത്തിന് സെക്സ് വേണ്ടാന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ ഇവര്. പക്ഷെ 2 വർഷം കഴിഞ്ഞ് കുഞ്ഞു മതി എന്ന് പറഞ്ഞാൽ ഈ 2 വർഷം നമുക്ക് സെക്സ് വേണ്ടെന്നാ ഇവരെ. സെക്സിനെ കുറിച്ച് അവർക്ക് അറിഞ്ഞൂടെന്നല്ല, അവർക്ക് സമയമില്ല. അപ്പൊ സെക്സ് വേണ്ടെന്ന് വിചാരിക്കുന്നു, അവർ ഒരുമിച്ച് താമസിക്കുന്നു, സ്വാഭാവികമായിട്ടും നോ ഇന്റർകോഴ്സ്. 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ശരി എന്നാ നമുക്ക് ഇനി തുടങ്ങാം. ഈ തുടങ്ങുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 2 വർഷം കല്യാണം കഴിഞ്ഞ കപ്പിളിന്റെ ഇടയിൽ തന്നെ ഓൾറെഡി കുറെ ടെൻഷൻ വരും. കാരണം ഇവരാണല്ലോ തീരുമാനിക്കുന്ന കുട്ടി വേണ്ടെന്ന്. ഇവരുടെ പേരൻസ് തീരുമാനിച്ചിട്ടില്ല, നാട്ടുകാരും തീരുമാനിച്ചിട്ടില്ല. ഇവരെല്ലാം ഈ പെൺകുട്ടിയുടെ അടുത്ത് ചോദിക്കാൻ തുടങ്ങും, എന്തോ ആവുന്നില്ല. ഈ പെൺകുട്ടിയുടെ അടുത്താണ്, ആണുങ്ങളുടെ അങ്ങനെ ചോദിക്കത്തില്ല. എപ്പോഴും ആ ഫീമെയിൽ പാർട്ട്ണറിനാണ് എപ്പോഴും ടാർഗറ്റഡ് ആവുന്നത്. എല്ലാ ചോദ്യങ്ങളും എത്തുന്ന ആ പെൺകുട്ടിയാണ്. നീ എന്താണ് ഉത്സാഹം. അപ്പോൾ ഈ സ്ട്രെസ്സൊക്കെ ഇവള്, ഈ പെൺകുട്ടികളുടെ ഒരു വലിയ നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രെസ്സ് മൊത്തം തീർക്കുന്നത് ഈ ഭർത്താവിൻ്റെ തലയിലായിരിക്കും. അത് അന്ന് രാത്രിയിലായിരിക്കും തീർക്കുന്നത്. അപ്പോൾ ചേട്ടാ അമ്മ ഇങ്ങനെ പറഞ്ഞു, അമ്മ അങ്ങനെ പറഞ്ഞു, നാത്തൂൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞു, ഇതല്ല ഇവൻ ഇങ്ങനെ ഇത് തല ഇങ്ങനെ തിന്നുകൊണ്ടേ ഇരിക്കുന്നു. ഈ സ്ട്രെസ്സിൽ കഴിഞ്ഞിട്ടാണ് വരുന്നത്. എന്നാ ശരി കുട്ടിയാവാൻ തീരുമാനിക്കും. കുട്ടിയാവാൻ തീരുമാനിച്ചു. അപ്പം ചേട്ടാ അപ്പോൾ ഓവുലേഷൻ, അപ്പോൾ അടുത്ത മാസമായി. അവളെല്ലാം കാർഡ് മേടിക്കുന്നു, എല്ലാ ദിവസവും യൂറിൻ ചെക്ക് ചെയ്യുന്നു. ഇന്ന് 2 ലൈൻ, ഇന്നാണ് ഓവുലേഷൻ, ഇന്നാണ് ഓവുലേഷൻ, ഇന്നാണ് ബന്ധപ്പെടേണ്ടത്. പുള്ളിക്കാരൊരു വിളിക്കുന്നു, ചേട്ടാ 2 ലൈൻ, ഇന്നാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്. അവൻ അവിടുന്ന് ദൈവമേ ഇന്ന് നല്ല തിരക്കുണ്ട്, ഇന്ന് ബന്ധപ്പെടുകയും വേണം. അവൻ ചെറിയൊരു ടെൻഷൻ കാണുള്ളിൽ. അന്ന് രാത്രിയാവുന്നു. ആ ഒരു ഓറ നോക്കണം. അവിടെ സ്നേഹം ഇല്ല, ഒന്നുമില്ല, ഒരു സെക്ഷൽ അട്രാക്ഷൻ ഇല്ല. ഇന്ന് കാർഡ് 2 ലൈനുണ്ട്, പറഞ്ഞിട്ടുണ്ട് 2 ലൈൻ വേണം. അവൻ ഇങ്ങനെ വന്നു, പരിപാടിയൊക്കെ തുടങ്ങി, ഒരനക്കവും ഇല്ല. അവൾ കുറച്ച് ശ്രമിച്ചു, ഒരനക്കവും ഇല്ല. അവൾ ചെറിയ ഫ്രസ്ട്രേറ്റഡ് ആയി തുടങ്ങി. അവൾ പറഞ്ഞു എന്താണ് എന്നുള്ള രീതിയായി. അവന് പറഞ്ഞൂടെ എനിക്ക് ഇതുവരെ ആ പ്രശ്നമില്ല, ഇന്നായപ്പോ ഇതൊരു രക്ഷയില്ല. അപ്പൊ എന്തോ പ്രശ്നം, ഈ സ്ട്രെസ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഹോർമോൺ ഏതാ, അഡ്രിനാലിനാ വരുന്നത്. നമ്മുടെ ഇതിൽ പട്ടി കടിക്കാൻ വരുന്ന ഹോർമോണാണ് ഈ അഡ്രിനാലിൻ. ഈ ഹോർമോൺ വന്നാൽ ഇത് പൊങ്ങും. ഇല്ല, ഇറക്ഷൻ അവിടെ ഉണ്ടാവുന്നില്ല. അവനൊരു തോന്നലേ ഉണ്ടാവും. അപ്പം ഒരു തവണ പരാജയപ്പെട്ടു, അവള് സഹിച്ചു. സെക്കൻഡ് ടൈം ചിലപ്പോൾ അവർ കോണ്ടാക്ട് ചെയ്തെന്ന് തന്നെ വിചാരിക്കാം. അന്ന് ഈ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ടത് ഒരു കുഴപ്പവും ഇല്ലാത്തൊരു കപ്പിളും അതായത് ആണിനും ഒരു കുഴപ്പമില്ല, പെണ്ണിനും ഒരു കുഴപ്പമില്ല, അവർ കറക്റ്റ് ടൈം കോണ്ടാക്ട് ചെയ്യുന്നു, എല്ലാം പെർഫെക്റ്റ്. കുട്ടിയാവാനുള്ളൊരു സാധ്യത എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 to 10% ഒരു മാസം. അപ്പോൾ ഒരു സൈക്കിളിൽ നിങ്ങൾ കറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്ത് 100 പേര് കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ 10 പേരിൽ 8 പേരെ ആവത്തുള്ളൂ. ഇത് ഇവർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഈ 1 മാസം കോണ്ടാക്ട് ചെയ്തതിലായില്ല, ടെൻഷനായി. 2ാമത്തെ മാസം കോണ്ടാക്ട് ചെയ്തതിലായില്ല. അപ്പൊ 2 മാസമൊക്കെ ആകുമ്പോഴത്തേ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ സ്ട്രെസ് ലെവൽ ഭയങ്കര കൂടുതലായി. വീട്ടുകാരുടെ ഇതെല്ലാം ഇവരെ റിഫ്ലക്ട് ചെയ്യാൻ പോകുന്ന ഈ സെക്സ് ലൈഫിലാണ്. അപ്പൊ ഈ ചിലപ്പോൾ ഈ കാണുന്ന ഡോക്ടറും കൂടെ പറയും, ഞാൻ തന്നെയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നില്ലേ പൊട്ടാനുള്ള ഇഞ്ചക്ഷൻ എടുക്കും, നാളെ രാത്രിയിലും മറ്റന്നാളും ആ കോണ്ടാക്ട് ചെയ്യേണ്ടത്. ഇത് ആദ്യമൊക്കെ ഞാനിങ്ങനെ പറയുമ്പോഴത്തേക്ക് 3-ാമത്തെ ദിവസം അവളെന്ന് പറയും, ഡോക്ടറെ ചേട്ടന് മെനഞ്ഞാന്നും കുഴപ്പമില്ലായിരുന്നു, അതിന്റെ പിന്നേത് കുഴപ്പമില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞ 2 ദിവസം പറ്റിയില്ല. പിന്നെയാണ് എനിക്കത് മനസ്സിലായത്, ഞാനാണ് എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കാണ്. പിന്നെ അത് പയ്യെ എനിക്ക് മനസ്സിലായത് തുടങ്ങി അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ കപ്പിളിൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നത്, ഒരു ഇൻഫെർട്ടിലിറ്റി എടുക്കുന്ന കപ്പിൾ, ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന കപ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന ദിവസം കോണ്ടാക്ട് ചെയ്യാൻ നോക്കരുത്. ഇന്ന് ഓവുലേഷനോ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ സ്നേഹം തോന്നുന്നത്, എപ്പോഴാണോ ആ തോന്നലുണ്ടാവുന്നത്, എപ്പോഴാണോ ഫ്രഷ് ആയിട്ടിരിക്കുന്നത്, അപ്പം നിങ്ങൾ ആ സ്നേഹം പങ്കിടുക. പിന്നെ ഫീമെയിൽ പാർട്ട്ണർ അടുത്ത് എപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് ആ സ്നേഹം തോന്നും, അവനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, നീ റെസിപ്രോക്കേറ്റും കൂടെ ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെ. കാരണം ഒരു ആണിന്
ഒരു നേക്കഡ് ബോഡി കാണുമ്പം അവന് ഒരു ആദ്യമൊക്കെ ഒരു ഇറോസൽ ഉണ്ടാവും, ഭയങ്കര ഒരു പുതുമ. ആ പുതുമ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ആണിന് എപ്പോഴും ഒരു ഇറോസൽ ഉണ്ടാകുന്നത് തൻ്റെ ഫീമെയിൽ പാർട്ട്ണർ ഞാൻ കാരണം കുറച്ച് ഫീലിങ്സ് ഒക്കെ തോന്നുന്നു എന്നുള്ളത് ഇവന് തോന്നുമ്പോഴാണ് ഇവന് കൂടുതൽ ഇറോസൽ അല്ലെങ്കിൽ ആ ഹോർമോൺ അവിടെ ആക്ട് ചെയ്തില്ല. അല്ലെങ്കിൽ എന്ത് വരും, നല്ല ഇറക്ഷനൊക്കെ ആയിട്ട് അവൻ കാര്യമായിട്ട് അവൾ എന്തൊക്കെ ചെയ്യുന്നു, ഇവളിൽ അപ്പുറത്തുള്ള മെസ്സേജും കൂടെ ഒന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ ഒന്നും ഉണ്ടോ നോക്കി കഴിഞ്ഞാൽ അവനൊന്ന് ആലോചിച്ചു. അവൻ വിചാരിക്കുന്നത് ഞാനൊരു പരാജയമാണ്, അവർക്കൊരു ഫീലിങ്സ് ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. മനസ്സിലായില്ല. അപ്പോൾ ആ ഫീമെയിലിന്റെ റെസിപ്രോക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ സൈഡിൽ നിന്നുള്ള. ഞാൻ സാധാരണ പെൺകുട്ടികൾക്ക് പറയുന്നത്, ഡേ നിനക്കൊരു 50% തോന്നുവാണെങ്കിൽ നീ ഒരു 80 ഒന്ന് കാണിച്ചു തരാം, അവന് സന്തോഷമാവട്ടെ. അങ്ങനെ സന്തോഷമാകുമ്പോൾ എനിക്കുള്ള മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഭയങ്കരമായിട്ട് അടിപൊളി, ഞാൻ ഭയങ്കര സംഭവമാണെന്ന് അവന് തോന്നും. അവൻ അത്രയും ഉഷാറായിട്ട് അവൻ്റെ സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടും. അവൻ അത്രയും ഉഷാറായിട്ട് സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്ന പെൺകുട്ടിക്ക് കൂടുതലായിട്ട് സെക്രീഷൻസ് ഉണ്ടാവും. നല്ല സെക്രീഷൻസ് ഉണ്ടാവുമ്പം അവൻ്റെ സ്പേമിനെ മുകളിലോട്ട് കൊണ്ടുപോകാൻ കുറച്ചും കൂടെ എളുപ്പം പറ്റും. അപ്പോൾ കുറച്ചും കൂടെ കുട്ടിയാവാനുള്ളൊരു സാധ്യത എനിക്ക് അവിടെ ലാഭമാണ്. ഞാനപ്പോൾ എൻ്റെ പേഷ്യൻസ് പറഞ്ഞത്, നിങ്ങൾക്ക് എത്ര എൻജോയ് ചെയ്യാൻ പറ്റുമോ സെക്ഷൽ ലൈഫ് അത്രയും മനോഹരമായിട്ട് എൻജോയ് ചെയ്യാം. അപ്പോഴാണ് ഒരു കുട്ടിയാവാൻ സാധ്യത. അല്ലാതെ ഡെയിലി ചിലവർ പറഞ്ഞു വിടും, ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം എല്ലാ ദിവസവും പറ്റുമെങ്കിൽ 2 തവണ. അവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു, രാവിലെ രാത്രിയിലും ഇതൊക്കെ പ്രാക്ടിക്കലി ജോലിയും ചെയ്യണം. ചിലവര് ഒരു പക്ഷേ ലീവ് വരെ എടുത്ത് ഇരിക്കുന്നവരുണ്ട് ഡോക്ടേഴ്സ് ഇങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ. പിന്നെ കുറെ വെറൈറ്റി പിള്ളേരും ഒക്കെ കാണും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ, അത് ഇതുമായിട്ട് ബന്ധമില്ല എന്നാലും ഞാൻ പറഞ്ഞ ഒരു സെക്ഷൽ സൈഡിൽ നിന്ന്, ഡോക്ടറെ ഇപ്പം എനിക്ക് ആ പഴയ ഒരു ഉഷാറ് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു എന്ത് പറ്റി, എന്താ പ്രശ്നം? അപ്പോൾ പുള്ളിക്കാരി ആണ് ചേട്ടന് പഴയ പോലൊരു ഇതില്ല, എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിക്കുമ്പോൾ, ഡോക്ടറെ പണ്ട് ഞാൻ എങ്ങനെയായാലും ദിവസം 3 തവണ ബന്ധപ്പെടുമായിരുന്നു, ഇപ്പം 2 തവണയെ കൂടുതൽ പറ്റുന്നില്ല. ഉച്ചയ്ക്ക് എനിക്ക് എന്താ ആ ഒരു ലെവലിലുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷേ ഒരു നോർമൽ മനുഷ്യൻ്റെ കാര്യം, നോർമൽ മെയിൽ ഒരു ഫീമെയിൽ പറയുകയാണെങ്കിൽ ഒരു എവറി 2-3 ഡേയ്സ് വീക്ക്ലി ഒരു 1-2 ഇതൊക്കെ തന്നെ ഉണ്ടാവാറുള്ളൂ. ഒരു കുട്ടിയും കൂടെ ആയിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത്രയൊക്കെ തന്നെ ഉണ്ടാവും. ഞാൻ അവിടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് ചോദിച്ചോട്ടെ, ഇങ്ങനെ കണ്ടിന്യൂസ്, അതായത് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നതാണോ, നല്ല സ്പേംസ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? എപ്പോഴും ഡെയിലി ഒരു 36 hours 48 hours ഒക്കെ ഒരു ബ്രേക്ക് ഉള്ളത് ആക്ച്വലി നല്ലത് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല സാർ, ഇപ്പം ഡെയിലി കോണ്ടാക്ട് ചെയ്യാൻ പറയുമ്പോൾ അതൊരു സ്ട്രെസ് വരുത്തില്ല. അപ്പോൾ ഒരു മെയിലിൻ്റെ അടുത്ത് ഞാൻ പറയുന്നത്, നിങ്ങളൊരു പീരീഡിൻ്റെ ഒരു 11-നും 22-നും ഇടയിൽ 2 ദിവസം കൂടുമ്പം കോണ്ടാക്ട് ചെയ്യാം. 2 ദിവസം. ഈ 2 എന്നുള്ളത് 3 ആവാം 1 ആവാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. 11ാമത്തെ ദിവസം ഒരു ഡേ 11 യൂഷ്വലി ഒരു ഡേ കറക്റ്റ് സൈക്കിൾ ഉള്ള ഒരാൾക്ക് ഒരു 13, 14, 15 ഒക്കെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. അത് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും ഈ 11-നും 20-നും ഇടയിൽ കവർ ചെയ്യും. അപ്പോൾ അവർക്ക് വലിയ ടെൻഷൻ വരുന്നില്ല, ഇത്രയും സമയം കൊണ്ട് വേണോ. ഈ ദിവസം കഴിവതും ആ പയ്യൻ്റെ അടുത്ത് പറയാതിരിക്കുക. ഞാനിപ്പോൾ സ്കാൻ ചെയ്ത്, ഇപ്പോൾ നമ്മുടെ ജോലിയിൽ നിന്ന് സ്കാൻ ചെയ്ത് ചിലപ്പോൾ ഓവുലേഷൻ നാളെയാണെന്ന് പറയേണ്ടി വരും. ഞാൻ എല്ലാ എൻ്റെ ഫീമെയിൽ ക്ലയൻസിൻ്റെ അടുത്തും പറയും, നിങ്ങൾ ദയവ് ചെയ്ത് അത് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയാതിരിക്കുക. അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക. അതിനുള്ളൊരു സാഹചര്യം. അവൾ നല്ല കുളിച്ച് ഫ്രഷായി വരുന്നു, ചേട്ടൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ ദിവസം കോൺടാക്ട് ചെയ്യുക. അവൾ ഭയങ്കര ഫ്രഷ് ആയിരിക്കുന്നു, വളരെ സന്തോഷമായിട്ടിരിക്കുന്നു, ഫ്രീ ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് ആ പയ്യന് ശരി ഇത് നല്ലൊരു സമയമാണെന്നൊരു തോന്നൽ വരും. തീർന്നില്ല. അപ്പൊ അനാവശ്യ സ്ട്രെസ് മെയിൽ ഫാക്ടറിന് കൊടുക്കാതിരിക്കുക. നമ്മളിത് രസകരമായി പറഞ്ഞെങ്കിലും ഇതിനകത്തൊരു സയന്റിഫിക് ആസ്പെക്ട് ഉണ്ട്. ബോഡി റിയാക്ട് ചെയ്യുന്ന, ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനെ കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ ഇമോഷൻസ് കറക്റ്റ് ചെയ്താൽ പറ്റും. അത് കറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് വലിയ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിലേക്ക് പോകാതെ തന്നെ ഈ കപ്പിളിന് സ്വയം നാച്ചുറലി പ്രഗ്നന്റ് ആവാനുള്ള സാഹചര്യം. അതുകൊണ്ട് ഈ ഇറക്ഷന്റെ പ്രശ്നം സാർ, ഇപ്പം ഞാനിപ്പം പറയുമ്പോഴും നമ്മളൊരു കുറച്ച് സ്റ്റഡീസ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 5% ആയിരിക്കും ഈഡിങ്, അല്ലെങ്കിൽ 10% ആയിരിക്കും ഇറക്ഷന്റെ പ്രശ്നം കാണുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും അല്ല. നമ്മുടെ ഒരു സമൂഹത്തിൽ ഒരു 50-60% ആണുങ്ങൾക്കിടയിൽ ഒരു മാരീഡ് ലൈഫിൽ കുട്ടി ആയവരായിക്കോട്ടെ കുട്ടി ആയില്ലാത്തവരായിക്കോട്ടെ ഈ ഇറക്ഷന്റെ പ്രശ്നം ശരിക്കും അഭിമുഖീകരിക്കുന്നവരുണ്ട്. 60% അഭിമുഖീകരിക്കുന്നുണ്ട് ഏതെങ്കിലും സന്ദർഭങ്ങളിൽ. 100 പേരിൽ 60 പേർക്ക് ഈ പ്രശ്നമുണ്ട്, ഉദാഹരണത്തിന്റെ ഇഷ്യൂ ഉണ്ട്. അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ടും പറയുന്നത്. ഏറ്റവും വേണ്ടത് നിങ്ങളത് ഫ്രീ ആയിരിക്കുക.
എന്തെങ്കിലും ഇതെല്ലാം കൂടുതലും ഫീമെയിൽ പാർട്ട്ണറിൻ്റെ കയ്യിലാണ്. എന്തെങ്കിലും ഒരു വെറൈറ്റീസ് ട്രൈ ചെയ്യുക, പുതിയ സ്ഥലങ്ങൾ പോവുക, പുതിയ ഡ്രസ്സുകൾ ഇടുക, ഓരോ സംഭാഷണവും. ഞാൻ പുരുഷൻ സ്ത്രീയെടുത്താണ് പറയുന്നത്, നിങ്ങൾക്ക് ഇന്ന് രാത്രി കോണ്ടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ സെക്സിന് അന്ന് രാവിലെ തൊട്ട് തന്നെ നിങ്ങൾ അധ്വാനിക്കണമെന്ന് ഞാൻ പറയും. അവളാണെങ്കിൽ ഒന്ന് അടുക്കളയിൽ നിൽക്കുമ്പം ചെന്ന് ചേർത്ത് പിടിച്ചിട്ട് നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുന്നത് തൊട്ട് തിരിച്ച് അവൾ ഡ്രസ്സ് ചെയ്ത് ജോലിക്ക് പോകുന്നതിന് മുന്നേ ഇയാളുടെ സാരി അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുന്നത് തൊട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് കയ്യിലൊരു മുല്ലപ്പൂ ഇഷ്ടമാണെങ്കിൽ മുല്ലപ്പൂവും കൂടെ ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതെല്ലാം അന്ന് രാത്രി അവൻ തകർക്കും, ഇല്ലേ? അവള് തകർക്കും. ഇത് വല്ലപ്പോഴും ചെയ്യുകയാണെങ്കിൽ പറയും ഇയാൾക്ക് വട്ടമായി എന്തോ സംഭവിച്ചെന്നും അവള് പറയുന്നിരിക്കും. ഒരിക്കലും ചെയ്യാത്ത ചില കാര്യങ്ങൾ അത് ശരി. പക്ഷെ ഇതൊക്കെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ സെക്സ് ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്തുവാ, ഇതൊന്നും ഇല്ലാതെ അവൾ അവിടെ കഷ്ടപ്പെട്ടിരിക്കുന്നത്, അതുവരെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിന്റെ സാമ്പാറിന് ഉപ്പില്ലാന്നും പറഞ്ഞിരുന്ന് ചീത്തയും പറഞ്ഞ് ലാസ്റ്റ് ആ കണ്ടിലോട്ട് കഴിഞ്ഞാൽ അവക്കൊന്നും തോന്നത്തില്ല. മനസ്സിലായില്ല? അപ്പൊ ഒരു എപ്പോഴും ഒരു ലൈഫ്, ഒരു സെക്ഷൽ ലൈഫിൽ എപ്പോഴും ഇമോഷൻ, മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ. ഇമോഷൻസിന് വളരെ പ്രാധാന്യം. ഹാപ്പി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവും, ആക്ടിവിറ്റി ബെറ്റർ ആവും. അതുമൂലം ഡോക്ടർ നേരത്തെ പറഞ്ഞ സെക്രീഷൻസ് ഉണ്ടാവും. ഫെർട്ടിലിറ്റി രീതിയിൽ നോക്കുകയാണെങ്കിലും വളരെ നല്ല ഭയങ്കര ഒരു പോയിന്റ് ആണ് പറഞ്ഞത്. പക്ഷേ ഡോക്ടറെ ഇതിലെ മെയിൻ പ്രോബ്ലം ഇവരുടെ അടുത്ത് ആരാ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മളൊരു പുതിയ ഒരു കല്യാണം, എനിക്ക് തോന്നുന്നു ചർച്ചസിലൊക്കെ കുറച്ചിപ്പോൾ മാരേജിന് മുമ്പ് ഒരു പ്രീ മാരേജ് ക്ലാസ് ഉണ്ട്, ഷെഡ്യൂളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ അതേപോലുള്ള സ്കൂളിലും ഉണ്ടല്ലോ. നമ്മുടെ സ്കൂളിൽ മറ്റേ 8th 9th 10th അഡോളസെന്റ് ഹെൽത്ത് ഞാൻ കുറച്ച് സ്കൂളുകളൊക്കെ പഠിപ്പിക്കാൻ പോകാറുണ്ട്. പിന്നെ ഈ മെയിലിലുള്ള ഈ ഉദാഹരണ ഇഷ്യൂസൊക്കെ പറഞ്ഞല്ലോ, അത് മറ്റ് അസുഖങ്ങൾ കൊണ്ടും വന്നൂടെ? ഉണ്ട് സർ, വെരി റയർ ലൈക്ക് ടെസ്റ്റോസ്റ്ററോൺ കുറവുള്ള അവസ്ഥ, ടെസ്റ്റിക്കുലാർ ഫെയിലിയർ, ടെസ്റ്റോസ്റ്ററോൺ കുറവാണ് അവർക്ക്. അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു മിഡിൽ ഏജ് മെനിൽ എന്തായാലും ഡയബറ്റിസ് HbA1c 10 അതും ഇന്നലെ വന്ന പേഷ്യൻ്റാണ്. ഞാൻ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇറക്ഷൻ, ഡോക്ടർ അതാണ് പ്രശ്നം, പ്രധാന പ്രശ്നം അതാണ്. മാരീഡ് 6 years. ഞാൻ പറഞ്ഞു ശരി, നീ HbA1c ഒന്ന് ചെക്ക് ചെയ്തു. HbA1c റിപ്പോർട്ട് വരുന്നത് 10.5 350 RBS. ഈ 350 RBS HbA1c. ഞാൻ പറഞ്ഞു ഇതിടെ ഇത് എൻ്റെ ഒരു മരുന്ന് കഴിച്ചാലും ഇതിനൊരു അനക്കവും സംഭവിക്കത്തില്ല, ആദ്യം ഡയബറ്റിക് കൺട്രോൾ. അപ്പം അങ്ങനെയുള്ള കുറച്ച് അസുഖങ്ങളുണ്ട്. അയാളുടെ ഏജ് എത്രയായിരുന്നു? 36 37, വെരി യങ്. മരുന്ന് അധികം കഴിക്കാറില്ല. മരുന്നിന്റെ ദോഷം അതുകൊണ്ട് വലുതായിട്ട് കാണത്തില്ല. ആഴ്ചയിൽ 1 or 2 ടാബ്ലറ്റേ ഞാൻ കഴിക്കാറുള്ളൂ. ഞാൻ എന്ത് പറയാ, മരുന്നിന്റെ എന്നിട്ട് അതേപോലെ തന്നെ ഫീമെയിൽസിനുണ്ട് സർ. ഫീമെയിൽസിന് ഈ വജൈനിസ്മസ് വളരെ കോമൺ. വജൈനിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇവർക്ക് എന്തെങ്കിലും ഒരു ചൈൽഡ്ഹുഡ് ട്രോമ കാണാറുണ്ട്. ഇവർ ഈ ബന്ധപ്പെടാൻ വരുമ്പോൾ ഇവർക്ക് ഇതിനെക്കുറിച്ച് ഭയങ്കര, ഈ സാറി പറഞ്ഞു ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ ഇതിനെക്കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല, അങ്ങനെയുള്ള ഒരു ഫാമിലി അതൊരു പാപമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞുനാളിൽ എന്തെങ്കിലും ചൈൽഡ്ഹുഡ് അബ്യൂസ് ഒക്കെ ഉണ്ടാകുന്നവർക്ക് ഇതിനെക്കുറിച്ചൊരു ഭയമായിരിക്കും. പിന്നെ ഒരു ഇൻസിഡൻറ്റ് പറയാം. അയാളുടെ കൂട്ടുകാരി കല്യാണം കഴിഞ്ഞ് പുള്ളിക്കാരി ഹോസ്റ്റൽ മേറ്റ് വന്ന് പറഞ്ഞത്, ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര വേദനയായിരുന്നുടാ, പറയുന്ന പോലൊന്നും അല്ല, ഭയങ്കര വേദന ഈ സാധനം എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി ഇത് മനസ്സിൽ കിടക്കുക. അപ്പൊ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഡേയിൽ ഇവക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ, അതായത് അതിനെയാണ് ഈ വജൈനിസ്മസ് എന്ന് പറയുന്നത്, നമുക്ക് ബന്ധപ്പെടാൻ നമ്മുടെ പ്രൈവറ്റ് ഏരിയയിലോട്ട് ഫിംഗർ ആയിക്കോട്ടെ ഒരു പിനിസ് ആയിക്കോട്ടെ അടുത്തോട്ട് വരുമ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു അകാരണമായ ഭയം വരികയും ആ വ്യക്തിയോ അല്ലെങ്കിൽ അടുത്തോട്ട് വരുന്ന സംഭവത്തിനെ നമ്മൾ തെള്ളി മാറ്റുകയും കാലടുപ്പിച്ച് വെക്കുകയും നമ്മൾ ബന്ധപ്പെടാൻ സമ്മതിക്കാതിരിക്കുന്ന ഒരവസ്ഥ. ഇതിനാണ് വജൈനിസ്മസ്. ഒരു മെഡിക്കൽ കണ്ടീഷൻ. മെഡിക്കൽ കണ്ടീഷൻ. വജൈനിസ്മസ് വളരെ കോമൺ ആണ്. ഇപ്പം ഞാനിപ്പോൾ കൊല്ലം ജില്ലയിൽ ബേസോവേഗൽ ഒന്നുമില്ല സാർ, അവരുടെ ഒരു ബേസിക്കലി ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ അത് ഭയങ്കര പാടാണ് ട്രീറ്റ് ചെയ്യാൻ. കാരണം ഒരു രീതിയിലും അവരെ അടുപ്പിക്കത്തില്ല. മെയിലിൻ്റെ കാര്യം ആലോചിച്ചു. മെയിലിൻ്റെ കാര്യം വളരെ കഷ്ടമാണ്. പക്ഷേ 3 വർഷം 4 വർഷമൊക്കെ വജൈനിസ്മസ് കപ്പിളായിട്ട് ജീവിച്ച് ഒരു കുഴപ്പമില്ലാതെ വരുന്നവരുണ്ട്. ഇപ്പോഴും ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു 50% ഒക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. വന്നു കഴിഞ്ഞാൽ യു കനോട്ട് കോൺടാക്ട് അറ്റ് ഓൾ. അടുപ്പിക്കത്തില്ല, ഫിംഗർ പോലും അടുത്ത് കൊണ്ടുവരാൻ സമ്മതിക്കത്തില്ല. അവൾ അറിയാതെ തന്നെ തൈ അങ്ങ് കോൺട്രാക്ട് ചെയ്യും. അപ്പൊ ഈ വജൈന അടുപ്പിക്കും. പിന്നെ റേപ്പ് ഒക്കെ തന്നെ ആ രീതിയിലുള്ള ഫോഴ്സ് ഒക്കെ ഉപയോഗിച്ചാലും, പക്ഷെ അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം ഇതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ ആകാതെ ഇത് കാണുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിനൊരു പ്രശ്നം ഉണ്ടാവും. ഇദ്ദേഹം ചിലവർക്ക് അധികം വജൈനിസ്മസ് കാണത്തില്ല, കാരണം ഒന്ന് ഫോഴ്സ് ഉപയോഗിച്ചാൽ ചെയ്യാം. പക്ഷെ ആ ഫോഴ്സ് ഉപയോഗിക്കാൻ ഈ പാർട്ണറിന് വരുമ്പോൾ പറ്റണമെന്നില്ല. പാർട്ണർ ഭയങ്കര സോഫ്റ്റ് ഹാർട്ടഡ് ആയിരിക്കും. ഇവളുടെ വേദനിക്കുന്ന മുഖം കാണുമ്പോൾ ഇറക്ഷൻ ഉണ്ടാവത്തില്ല.
അപ്പോൾ ഇതൊക്കെ വളരെ നമ്മുടെ Untouched സമൂഹത്തിൽ areas ആണ്. വളരെയധികം കോമണുമാണ്, അൺടച്ച്ഡ് ആണ്, വളരെ കോമൺ ആണ്. ഓക്കെ ഓക്കെ. അപ്പോൾ പിന്നെ എന്തായാലും ഇതിനെല്ലാം സൊല്യൂഷൻ ഉണ്ടെന്നുള്ളതാണ് ബേസിക്. ഒരുമാതിരിപ്പെട്ട ഈ വചനസ്പം ഞാൻ പറഞ്ഞില്ലേ സർ, 50-60% ഒക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ED ഞാൻ ഈ നേരത്തെ പറഞ്ഞ ടെൻഷനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് 99% കറക്റ്റ് ചെയ്യാം. കൗൺസിലിംഗ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, യു ആർ ദ ബെസ്റ്റ് എന്നുള്ള ഒരു ഫീലിംഗ് അവന് കൊടുക്കുക. നിങ്ങളുടെ ട്രീറ്റ്മെന്റിൽ ഒരുപാട് സമയം കൗൺസിലിംഗ്, ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിലും സെക്ഷുവൽ മെഡിസിനിലും കൗൺസിലിംഗ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പേഷ്യൻസിന് എന്നെ ചിലപ്പം എന്നോട് ദേഷ്യം തോന്നുമായിരിക്കും. കാരണം ഈ 4 മണിക്കൂർ 6 മണിക്കൂറൊക്കെ നമ്മുടെ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നത് അതൊരു വിഷമമുള്ള. ഇപ്പം ഇത് കേൾക്കുന്നവരോട് എൻ്റെ പേഷ്യൻസ് ഉണ്ടെങ്കിൽ സോറി, അത് ഈ ഒരു വിഷയം കാരണമാണ്. ഇതൊന്ന് ഓപ്പൺ അപ്പ് ആയി വരാൻ തന്നെ എത്ര സമയം ഒരു പേഷ്യന്റിന് സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അവന്റെ സ്വന്തം പേഴ്സണൽ കാര്യങ്ങളില്ലേ നമ്മുടെ ഓപ്പൺ അപ്പ്, ആരും ചോദിക്കാത്ത കാര്യങ്ങളും നമ്മളോട് ഓപ്പൺ അപ്പ് ചെയ്യാൻ അവർക്ക് പറ്റും എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇറ്റ്. ട്രീറ്റ്മെന്റ് അവിടെ ആയി. ശരിക്കും പറയാം എനിക്ക് തോന്നുന്ന ഇത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷേ ക്രിസ്പായിട്ട് ഒരുപാട് പോയിന്റ്സ് എനിക്ക് തോന്നുന്നു ഈ പ്രേക്ഷകർക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നമ്മളോട് തന്നെ ചോദിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് എല്ലാം നമുക്ക് അതിലൂടെ ഈവൻ ഒരു ഫോൺ നമ്പർ വരെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിക്കുകയും ഡോക്ടറെ കണക്ട് ചെയ്യുകയും അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ വരുന്ന ഡോക്ടേഴ്സിന് ചെയ്യുന്നുണ്ട്. അത് അവർക്ക് വേണ്ടിയാണ്. കാര്യം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് ചോദിക്കാനുള്ള പ്ലാറ്റ്ഫോം അവർക്കില്ല. സാറേ എനിക്ക് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്, ഒരു ഡോക്ടറെ അടുത്ത് പോയിരുന്ന് ഇനി ഒരു ഹോസ്പിറ്റലിൽ പോയി എടുക്കണ്ട. നമ്മുടെ പ്രോഗ്രാമിലൂടെ അവർക്ക് അതിന് ചെയ്യാനുള്ളൊരു അവസരവും കൂടെ ഞാൻ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നു. അക്കാര്യത്തിൽ എനിക്ക് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ്റെ ഹെൽപ്പും പലപ്പോഴും ആവശ്യമായിട്ട് വരും. എനിക്ക് തോന്നുന്നത് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ഇനി എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. ഇത്രയും ടൈം എടുത്ത് ഡോക്ടർ ഇത്രയും ഓപ്പണായി, എനിക്ക് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാവുന്ന രീതിയിൽ. എന്നാൽ ഇത് ഇത്രയും കോംപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കൊക്കെയാണ്. പക്ഷേ നമുക്കിത് മനസ്സിലാക്കുക എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്. എത്രയോ ഫാമിലി ലൈഫ് സ്പോയിൽഡ് ആവുന്നു, എത്രയോ ഡൈവേഴ്സ് ഇതേപോലുള്ള കാര്യം പറഞ്ഞ് തന്നെ നടക്കും. നമ്മുടെ ഫാമിലി കോർട്ടിലൊക്കെ വന്ന് നിൽക്കുന്ന ക്രൗഡും ക്യൂവും കണ്ടു കഴിഞ്ഞാൽ ഈവൻ ജഡ്ജസിനോട് വരെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇത് പറയാൻ സാധ്യതയുണ്ട്. ഞാൻ ഇനി അങ്ങനെയുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവരാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ അനുഭവങ്ങളും ഇതുപോലെ അനുഭവങ്ങളിൽ രക്ഷപ്പെട്ട ആൾക്കാരുടെ അനുഭവങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും ഫർദർ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത ഡോക്ടർ ഉണ്ണികൃഷ്ണന് ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. ഒരു കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു മെസ്സേജ് തരാമോ പബ്ലിക്കിന് വേണ്ടി? ഒന്ന് ആ ഒരു മെസ്സേജ് നമുക്കൊരു ഫെർട്ടിലിറ്റി കപ്പിളിന് കൊടുക്കണ്ട, അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് കൊടുക്കാം. ദയവ് ചെയ്ത് നമ്മുടെ ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ പറയുന്നത്. ദയവ് ചെയ്ത് നിങ്ങളുടെ മകനോ മകളോ അല്ലെങ്കിൽ മരുമകനോ മരുമകളോ അപ്പുറത്തെ വീട്ടിലെ ചെക്കനോ ആരോ ആയിക്കോട്ടെ, ഒരു ഫെർട്ടിലിറ്റി കപ്പിളിന് നിങ്ങളായിട്ട് അനാവശ്യമായ ഒരു സ്ട്രെസ്സ് കൊടുക്കരുത്, ഒരു കാരണവശാലും കൊടുക്കരുത്. അത് അവരോട് ചെയ്യുന്ന ഒരു ക്രൂരത തന്നെയാണ്. അവരുടെ ജീവിതം അവരുടെ രീതിയിൽ ജീവിച്ചോട്ടെ, അവരുടെ ഡോക്ടറെ കാണുന്നുണ്ടാവും, എന്തോ ആയിക്കോട്ടെ. പക്ഷെ നിങ്ങളായിട്ട് അത് ചെയ്ത് അവരുടെ ഫാമിലിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കണം. എക്സലൻറ്റ്. അതിനപ്പുറമായിട്ടൊരു മെസ്സേജ് കൊടുക്കാനില്ല. ബിക്കോസ് അതുമൂലം ഒരുപാട് മറ്റുള്ളവരെ കാരണമാണ്. അവസാനം ഭിന്നിക്കപ്പെടുന്നത് ആരാ? ഈ രണ്ടുപേരാ. അപ്പം അതിന് വിട്ടുകൊടുക്കാതിരിക്കുക, അതാണ് വേണ്ടത്. പിന്നെ ആദ്യം പറഞ്ഞത് വീണ്ടും പിന്നെ ആദ്യം നമ്മുടെ ഇത് തന്നെ സാർ, എന്താണ് ഹെൽത്തി ലൈഫ്. അതെ. കാരണം നിങ്ങളൊരു ചെറിയ പ്രായം തൊട്ടേ ഒറ്റ ലൈഫേ ഉള്ളൂ, സന്തോഷിക്കുക, പിന്നെ നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ആരോഗ്യത്തോടെ വ്യായാമം ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളെ ഏതൊരു അസുഖം എടുത്താലും, അതിപ്പോൾ ഫെർട്ടിലിറ്റി നല്ലല്ലോ സാർ, ഏതൊരു അസുഖം എടുത്താലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വ്യായാമം മിസ്സാക്കാതെ ഒരുമിച്ച് ചെയ്യുക. പലപ്പോഴും പറയാം നിങ്ങൾ ഇങ്ങനെ ഇരിക്കും, നിങ്ങൾ ലേഡീസ് അങ്ങ് ഒതുങ്ങുക, ഒരുമിച്ച് ജിമ്മിൽ പോകുക. താങ്ക് യു സോ മച്ച്.